അനിശ്ചിതത്വത്തിനൊടുവിൽ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വെടിക്കെട്ട് അല്പസമയത്തിനകം ആരംഭിക്കുമെന്നാണ് പറയുന്നത്. തിരുവമ്പാടി വിഭാഗത്തിന്റെ പ്രതിഷേധത്തെ തുടർന്നായിരുന്നു നേരത്തെ വെടിക്കെട്ട് നീട്ടിവെച്ചത്. എന്താണ് സംഭവമെന്ന് പറയാൻ തിയോഫിൻ കൂടി ചേരുന്നുണ്ട് തൃശൂരിൽ നിന്നും തത്സമയം. തിയോഫിൻ, ഗുഡ് മോർണിംഗ്. വിനീഷ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ അല്പ നിമിഷങ്ങൾക്കകം വെടിക്കെട്ട് ആരംഭിക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്നാൽ നേരത്തെ എല്ലാ തവണയും സൂര്യൻ ഉദിച്ചുയരും മുമ്പ് തന്നെ വെടിക്കെട്ട് അവസാനിക്കാറുണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ സൂര്യൻ വടക്കുന്നാഥ ക്ഷേത്രത്തിന് മുകളിൽ എത്തിയിരിക്കുന്നു. ഇപ്പോഴും വെടിക്കെട്ട് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. പാറമേക്കാവിൻ്റെ വെടിക്കെട്ടാണ് ആദ്യം ആരംഭിക്കുന്നത്. 6:40 തുടങ്ങുമെന്ന് അറിയിച്ചിരുന്നു. എന്നാലും ഇപ്പോഴും ആരംഭിച്ചിട്ടില്ല. എന്നാലും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഈ വെടിക്കെട്ട് ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനുശേഷം തിരുവമ്പാടിയുടെ വെടിക്കെട്ട് നടക്കും. വെടിക്കെട്ട് വൈകാനുണ്ടായ പ്രധാന കാരണം എന്നത് രാത്രി ഉണ്ടായ ചില പ്രതിഷേധങ്ങളും അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും ഒക്കെയായിരുന്നു. അങ്ങനെ വെടിക്കെട്ട് വേണ്ട എന്ന ഒരു തീരുമാനത്തിൽ വരെ, ഒഴിവാക്കാമെന്ന തീരുമാനത്തിൽ വരെ എത്തിയിരുന്നു തിരുവമ്പാടി. അതാണ് ഈ വെടിക്കെട്ട് ഇങ്ങനെ നീണ്ടുപോകാൻ ഒരു കാരണമായത്. അതിൻ്റെ തുടക്കമായ സംഭവം ഇന്നലെ രാത്രി, അതായത് നമുക്കറിയാം തൃശ്ശൂർ പൂരത്തിൻ്റെ ഇന്നലെ പകൽ നടന്ന അതേ പൂരം എഴുന്നള്ളിപ്പുകളെല്ലാം, ഘടകപൂരങ്ങളുടെ എഴുന്നള്ളിപ്പും മഠത്തിൽ വരവും ഉൾപ്പെടെ, അതായത് കുടമാറ്റം ഒഴികെയുള്ള മറ്റ് ചടങ്ങുകളെല്ലാം രാത്രി ആവർത്തിക്കുന്നൊരു പതിവുണ്ട്. അങ്ങനെ രാത്രി നടക്കേണ്ട ചടങ്ങുകൾക്കിടയിൽ മഠത്തിൽ വരവ് നടക്കുമ്പോൾ ചില പ്രതിഷേധങ്ങൾ ഉയരുകയും അത് തന്നെയുമല്ല, ഈ സമയത്ത് ഒരു 12 മണിക്ക് മുൻപ് തന്നെ സ്വരാജ് റൗണ്ടിലേക്ക് ജനങ്ങൾ കടന്നു വരുന്നതിനെ തടയുകയും ചെയ്തിരുന്നു പോലീസ്. കർശന സുരക്ഷ പോലീസ് പാലിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. എന്നാൽ പൂരം കാണാൻ വരുന്നവരുണ്ട്. അതായത് വെടിക്കെട്ട് പുലർച്ചെയാണ്. എന്നാൽ രാത്രി പൂരം കാണാൻ എത്തുന്നവർക്ക് പൂരം റൗണ്ടിലെത്തി ഘടകരുടെ ആവശ്യം, പ്രധാനമായും തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും ഒക്കെ ആവശ്യം, ഇത് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് വലിയ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നുമുണ്ടായി. തിരുവമ്പാടിയും പാറമേക്കാവും പ്രതിഷേധം അറിയിച്ചിരുന്നു. എന്നാൽ തിരുവമ്പാടി കുറച്ചുകൂടി ശക്തമായി മുന്നോട്ട് പോവുകയായിരുന്നു. അവർ ആ മഠത്തിൽ വരവ് പൂരം എഴുന്നള്ളിപ്പൊക്കെ പകുതിയിൽ വെച്ച് നിർത്തി ആനകളെ ചടങ്ങ് മാത്രമാക്കി മാറ്റുകയായിരുന്നു. ഒരു ആനയെ മാത്രം കൊണ്ട് എഴുന്നള്ളിപ്പ് പൂർത്തിയാക്കിക്കൊണ്ട് മറ്റാനകളെ വെളിച്ചങ്ങളുള്ള അലങ്കാര പന്തലുകളുണ്ട്, LED ലൈറ്റുകൾ നിറച്ച ഈ അലങ്കാര പന്തലുകളുടെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തായിരുന്നു പ്രതിഷേധം. വെടിക്കെട്ട് പോലും ഇനി വേണ്ട എന്ന് വയ്ക്കാം. പൂർണ്ണമായും പ്രതിഷേധത്തോടു കൂടി പൂരത്തിന്റെ തുടർ ചടങ്ങുകൾ ഒഴിവാക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. എന്നാൽ പിന്നീട് രാത്രി തന്നെ റവന്യൂ മന്ത്രി കെ രാജനും ജില്ലാ കളക്ടറും ഒക്കെ ഇടപെട്ട് നടത്തിയ ചർച്ചയാണ് ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന പൂരമാണ്, പൂരപ്രേമികളെ നിരാശരാക്കരുത്, അതുകൊണ്ട് തന്നെ നടത്തണം എന്ന ഒരു ആവശ്യം അംഗീകരിക്കുകയും തിരുവമ്പാടി ദേവസ്വം അത് നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ അല്പനിമിഷങ്ങൾ കൂടി അതിന് കുറച്ച് കാര്യങ്ങൾ കൂടി നടക്കേണ്ടതുണ്ടായിരുന്നു. തിരുവമ്പാടിയെ സംബന്ധിച്ച് തിരുവമ്പാടി ദേവസ്വത്തിന് ഒരു ഭാരവാഹിക്ക് ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുക്കാൻ പെട്ടെന്ന് കഴിയുമായിരുന്നില്ല. നടത്താൻ തീരുമാനിച്ചെങ്കിലും സാങ്കേതികമായി അവർക്കൊരു യോഗം കൂടേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ പുലർച്ചെ തന്നെ ഒരു 3:30 മണിയോടുകൂടി ഇവരുടെ യോഗം നടക്കുകയായിരുന്നു തിരുവമ്പാടി ഓഫീസിൽ. തിരുവമ്പാടി ദേവസ്വം അംഗങ്ങളും ഭരണസമിതി അംഗങ്ങളും ഉൾപ്പെടെ ചേർന്ന യോഗം നടന്നു. ഇതിൽ പല വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു. ശക്തമായ പ്രതിഷേധം വേണം, പ്രതിഷേധം ഇങ്ങനെ തുടരാം എന്നുള്ള തീരുമാനത്തിൽ ചിലരുണ്ടായിരുന്നു. എന്തായാലും ഭൂരിപക്ഷ അഭിപ്രായത്തിൽ ജനങ്ങളെ, അതായത് പൂരം കാണാനെത്തിയ ജനങ്ങളെ നിരാശരാക്കേണ്ടതില്ല, പൂരം നടത്തണം. എന്നാൽ തങ്ങളുടെ പ്രതിഷേധം സർക്കാരിനെയും പോലീസിനെയും ഒക്കെ അറിയിക്കുകയും വേണം. അതിന് മറ്റു മാർഗങ്ങൾ സ്വീകരിക്കാം. എന്തായാലും മുടക്കമില്ലാതെ വെടിക്കെട്ട് ഉൾപ്പെടെ നടത്താൻ അങ്ങനെ തീരുമാനമായി. ഒടുവിൽ ആ തീരുമാനത്തിൽ പിന്നെ ബാക്കിയുണ്ടായിരുന്ന ഒരു നടപടിക്രമം എന്നത് പിന്നീട് ഒരിക്കൽ കൂടി ജില്ലാ ഭരണകൂടത്തെ അറിയിക്കുകയും ജില്ലാ ഭരണകൂടം നൽകുന്ന ഒരു സമയക്രമം അനുസരിച്ച് വെടിക്കെട്ട് ആരംഭിക്കുകയും ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഈ പ്രതിഷേധം തീരുമാനിച്ചപ്പോൾ തന്നെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട വെടിക്കോപ്പുകൾ ഒരുക്കുന്ന നടപടികൾ നിർത്തിവെച്ചിരുന്നു. അത് പിന്നീട് ഈ യോഗശേഷം ആരംഭിക്കുകയും ഒരു 5:30 മണിയോടുകൂടി വീണ്ടും എല്ലാ പൂരസാമഗ്രികളും വെടിക്കോപ്പുകളെല്ലാം നിറയ്ക്കുന്ന തിരുവമ്പാടിയുടേതായ വെടിക്കെട്ടിനുള്ള ഒരുക്കങ്ങളെല്ലാം വീണ്ടും തുടങ്ങുകയും ചെയ്തു. ഇതിനിടെ പാറമേക്കാവ് ഒരു പൂർത്തിയാക്കിയിരുന്നു. പാറമേക്കാവിന്റെ വെടിക്കെട്ട് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആരംഭിക്കും. കാരണം തിരുവമ്പാടിയുടേത് വൈകുന്നത് കൊണ്ട് തന്നെ പാറമേക്കാവിന്റെ വെടിക്കെട്ട് കഴിഞ്ഞാൽ അധികം വരാതെ തിരുവമ്പാടിയുടെ വെടിക്കെട്ട് ആരംഭിക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം വളരെ നേരത്തെ പാറമേക്കാവിന്റെ വെടിക്കെട്ട് നടത്തി കഴിഞ്ഞാൽ ഒരുപാട് സമയ ദൈർഘ്യം രണ്ട് വെടിക്കെട്ടുകളും തമ്മിലുണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്. കാരണം ഒരു വെടിക്കെട്ട് നടത്തുന്നതിന് 2 മണിക്കൂറിലധികം സമയം ഇതിനായുള്ള ഒരുക്കങ്ങൾ, ഈ ഒരുപാട് ഐറ്റങ്ങൾ മണ്ണിൽ കുഴിച്ചിടേണ്ടതുണ്ട്, അമിട്ടുകൾ ഉൾപ്പെടെയുള്ളത്, മറ്റ് വെടിക്കോപ്പുകളെല്ലാം പ്രത്യേക സ്പെഷ്യൽ അമിട്ടുകൾ, അങ്ങനെയുള്ള കുഴിമിന്നൽ, ഇത്തരം സാധനങ്ങളെല്ലാം ഒരുക്കേണ്ടതുണ്ട്. അതിനുള്ള ഒരുക്കത്തിന്റെ ഒരു ക്രമീകരണത്തിന്റെ സമയമാണ് വേണ്ടി വരുന്നത്. അതാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും വെടിക്കെട്ട് കാണാൻ ആഗ്രഹിച്ച് എത്തിയ പൂരപ്രേമികളെല്ലാം
സ്വരാജ് റൗണ്ടിലും ചുറ്റും സമീപത്തുള്ള കെട്ടിടങ്ങൾക്ക് മുകളിലും ഒക്കെയായി കാത്തിരിക്കുകയാണ്. രാത്രി ഉറങ്ങാതെ കാത്തിരുന്നവർ ഇപ്പോഴും ഇനിയിപ്പോൾ ശരിക്ക് ഈ പൂരത്തിന്റെ ഭംഗി എന്ന് പറയുന്നത് രാത്രിയിൽ കാണുന്ന വർണ്ണ വെളിച്ചങ്ങളും ശബ്ദവുമാണ്. എന്നാൽ ആ വർണ്ണ വെളിച്ചത്തിന്റെ ഒരു ആസ്വാദനം എത്രത്തോളം ഈ വെയിൽ വന്നതിന് ശേഷം ഉണ്ടാകുന്ന ഈ വെടിക്കെട്ടിൽ ഉണ്ടാകുമെന്ന് നമുക്കത് പറയാൻ കഴിയില്ല. എന്ത് തന്നെയാണെങ്കിലും വെടിക്കെട്ട് കണ്ടേ മടങ്ങുമെന്ന തീരുമാനത്തിലാണ് പൂരപ്രേമികൾ. സ്വരാജ് റൗണ്ടിലും ചുറ്റുമുള്ള കെട്ടിടങ്ങളുമെല്ലാം പൂരപ്രേമികൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് വെടിക്കെട്ട് ആരംഭിക്കുന്നതിന് വേണ്ടി.